ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വരട്ടിയതാണ്. ചക്ക ഹൽവ എന്നും പറയും കേട്ടോ ഇതിനെ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 2 ചക്കയാണ് എടുത്തിട്ടുള്ളത്. 2 ചക്ക വരിക്കച്ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലിപ്പോൾ പഴച്ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ പഴച്ചക്ക വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചക്ക വരട്ടിയത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ചക്ക പഴച്ചക്ക ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചക്ക വരട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചക്ക വരട്ടിയത്. അപ്പോൾ 2 ചക്ക ഒരുമിച്ച് പഴുത്ത് കിട്ടിയപ്പോൾ മമ്മി എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചക്ക വരട്ടിയത് ഉണ്ടാക്കിയാലെന്ന് പറഞ്ഞു. അങ്ങനെ ചക്ക 2 മുറിച്ച് അതിൻ്റെ ചുളയെല്ലാം പറിച്ചിട്ട് അതിൻ്റെ കുരുവും അതുപോലെ ചവണിയൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ചക്കയുടെ ചുള മാത്രം ഏകദേശം ഒരു 3-3.5 കിലോനോളം വരുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ ചീകിയെടുത്താൽ മതി. എന്നിട്ട് അത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം. വലിയൊരു കുക്കറാണ്. ചെറിയ കുക്കറാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് നമ്മൾ വേവിച്ചെടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു കുക്കറിൽ തന്നെ മുഴുവൻ ചക്കച്ചുളയും കൊണ്ടു കേട്ടോ. പിന്നെ ഇത് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ പെട്ടെന്ന് മിസ്സായി പോയി. അപ്പോൾ നിങ്ങളത് ചക്കയുടെ ചുള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് വേവിക്കുന്ന സമയത്ത് അത് അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. വരിക്കച്ചക്ക ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടുതൽ വേവിച്ചെടുക്കണം. അപ്പോൾ 2 വിസിലടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പഴച്ചക്കയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് വരും. അതുകൊണ്ട് ഒരു വിസിലൊക്കെ അടിച്ചാൽ മതിയാവും. നന്നായിട്ട് അത് കുക്കായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് 2 വിസിൽ നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക ദാ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടാറാനായിട്ട് ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് വയ്ക്കാം. ഞാനിപ്പോൾ മമ്മി ഇവിടെ ഒരു വലിയ ഉരുളിയിലാണ് ഈ വേവിച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചക്ക അത് മുഴുവനായിട്ടും അതിലൊന്ന് പരത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചൂടാറി കിട്ടും. അത് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യിൽ കുറച്ച് കാഷ്നട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. കാഷ്നട്ടൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചക്ക വരട്ടിയത് കഴിക്കാനായിട്ട്. ഇപ്പോൾ അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് അവോയ്ഡ് ചെയ്യാം നമുക്ക്. പിന്നെ വേണ്ടത് ചക്ക വരട്ടിയതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ്. ശർക്കരപ്പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടി 1 കിലോ ശർക്കരയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം, മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ടാണ് 1 കിലോ ശർക്കര എടുത്തിട്ടുള്ളത്. മധുരം കുറവുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ 1.5-2 കിലോ ശർക്കര നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ ശർക്കരപ്പാനി റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു 50-55 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ച് വെക്കണം. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കായുടെ പൊടി 1 കപ്പ് നാളികേരപ്പാൽ, നല്ല കട്ടി നാളികേരപ്പാലിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചക്ക തണുത്ത് വരുന്ന ചക്കയുടെ ചൂട് മാറി വരുന്ന ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2-3 പ്രാവശ്യമായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചക്ക നല്ലതുപോലെ അടിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ സ്മൂത്ത് പേസ്റ്റാക്കിയിട്ടുള്ള ചക്ക മുഴുവനായിട്ടും നമുക്ക് ഒരു ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചക്ക ഒന്ന് തിളച്ച് വരണം. ചക്കയുടെ ആ ഒരു മിക്സ് ഉരുളിയിലിട്ട് ഒന്ന് ഇളക്കി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് 2ാം പാല്, കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ 1.5 കപ്പ് ചേർത്ത് കൊടുക്കുക. 1.5 കപ്പ് കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി നമ്മുടെ നാളികേരപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി അതൊന്ന് കുറുകി വരുന്ന ഒരു പരുവാവുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്, ചെറുതായി ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിക്കാം. ഇപ്പോൾ ഈ ഒരു ചക്ക നല്ല മധുരമുള്ളത് കൊണ്ടാണ് നമ്മൾ 1 കിലോ ശർക്കര എടുത്തത്. മധുരം കുറവുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5-2 കിലോ ശർക്കര നമ്മളിതിലേക്ക് ചേർക്കേണ്ടി വരും. അപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് നല്ല മധുരത്തിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 1 കിലോ ശർക്കര എടുത്ത് ഉരുക്കി മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് കുറുക്കിയെടുക്കണം. നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അത് കുറുക്കിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കയ്യിൻ്റെ മീതെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ടർക്കി അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ച് കവർ ചെയ്തിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നല്ല കെയർഫുള്ളായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് നമ്മുടെ മേത്തൊക്കെ ഇങ്ങനെ പൊള്ളാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഈ ഒരു ചക്ക വരട്ടിയിട്ട് ഒരു ബ്രൗൺ കളറായി വന്നപ്പോൾ അതിലേക്ക് ഒന്നാം പാൽ, നല്ല കട്ടി നാളികേര പാൽ നമ്മൾ ഏലക്കായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് മുഴുവനായിട്ടും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി കൊടുത്തു. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂനട്ട് വറുത്തതാണ്. അപ്പോൾ കാഷ്യൂനട്ട് വറുത്തതും മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഇത് ഇനി നല്ലതുപോലെ, ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പൊള്ളയ്ക്കുന്നത് കണ്ടോ, പൊള്ളച്ച് അതിങ്ങനെ തെറിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് കെയർഫുള്ളായിട്ട് മാത്രം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ ഇളക്കി കൊടുത്ത് ഇത് നന്നായിട്ട് വെള്ളമൊക്കെ നന്നായി വറ്റി നല്ല പാത്രത്തിൽ നിന്ന് ഒരു വിട്ട് വരുന്ന നല്ല തിക്കായിട്ട് വരണം കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ചെറുതായി ഒന്ന് തിക്കായി വന്ന് തുടങ്ങുമ്പോൾ നമ്മളതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഏകദേശം ഇതിലേക്ക് 1/4 കിലോ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ഒന്നിച്ച് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. കുറേശ്ശെയായിട്ട് വേണം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കാനായിട്ട്. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ഇളക്കി കൊടുത്ത് ഒന്ന് തിക്കായി വരുന്ന തുടങ്ങുമ്പോൾ വീണ്ടും കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ നെയ്യ് ചേർത്ത് ഒരു 1/4 കിലോ നെയ്യ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഹൽവയുടെ ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് ഈ ഒരു ചക്ക വരട്ടിയത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി തിക്കാക്കി എടുക്കണം കേട്ടോ. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവം വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിങ്ങനെ പൊള്ളച്ചിങ്ങനെ പൊട്ടിത്തെറിക്കാൻ, ഇങ്ങനെ പൊള്ളച്ച് ഇങ്ങനെ തെറിച്ച് വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നന്നായി കെയർഫുള്ളായിട്ട് കൈമ തുണിയൊക്കെ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ നാളികേര പാലൊക്കെ ചേർത്തുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് പൊള്ളച്ചിങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഓരോ തുള്ളി വീണാൽ തന്നെ നല്ല കൈയൊക്കെ പൊള്ളാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നെയ്യൊക്കെ ചേർത്തെടുത്ത് നന്നായിട്ട് ഇങ്ങനെ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ നല്ല ഒരു ഡാർക്ക് ബ്രൗൺ, ഒരു ബ്ലാക്ക് കളറിൻ്റെയൊക്കെ ആ ഒരു, തനി ബ്ലാക്ക് ആവില്ല എങ്കിലും ഒരു ബ്ലാക്ക് കളറോട് ചേർന്നിട്ടുള്ള ബ്രൗൺ കളറായിട്ട് കിട്ടും നമുക്ക്. അതുവരെ നമുക്കിത് നന്നായിട്ട് വരട്ടിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഈ ഒരു പാകത്തിലാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അല്ല, നല്ല തിക്കായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ തിക്കാവുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ലൂസായിട്ടിരിക്കുന്ന പരുവത്തിലായിരിക്കും ചിലർക്ക് ഈ ഒരു ചക്ക വരട്ടിയത് കഴിക്കാൻ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇത് നിർത്താം. ഇവിടെ എല്ലാവർക്കും നല്ല കട്ടിയായിട്ടുള്ള ചക്ക വരട്ടിയതാണ് ഇഷ്ടം. അതുകൊണ്ട് നല്ലതുപോലെ കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചക്ക വരട്ടിയത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ചൂടൊക്കെ ആറി തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് പെട്ടെന്നൊന്നും കേടാവുന്നില്ല. നമ്മൾ നന്നായിട്ട് വിരകി എടുത്തിട്ടുള്ളതല്ലേ, അതുകൊണ്ട് അത് പെട്ടെന്ന് കേടാവുന്നില്ല. നമുക്കിതുപോലെ 2-3 പാത്രത്തിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നാൾ ഇത് നമുക്ക് കേടാവാതെ ഇരിക്കും. അത് ഫ്രിഡ്ജിലാണ് നമ്മളിത് എടുത്ത് വെക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.